ഡിയർ ബ്യൂട്ടിഫുൾ സോൾസ്, നമുക്കിന്നൊരു ലവ് ഒറാക്കിൾ കാർഡ് വെച്ചിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്ന് നോക്കാം. റെസ്പോൺസിബിലിറ്റീസ് ആദ്യത്തെ കാർഡ് വന്നിരിക്കുന്നു. ഐ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് മൈ ഫിനാൻഷ്യൽ ആൻഡ് ഇമോഷണൽ നീഡ്സ് എന്നാണ് പറഞ്ഞത്. അതായത് എനിക്ക് ഒരുപാട് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ട്, അതിനെ എനിക്ക് സംരക്ഷിക്കേണ്ടതുണ്ടായിരുന്നു. അതുപോലെ എൻ്റെ ഇമോഷണൽ നീഡ്സ്, അതിൻ്റെ വീട്ടിലെ കാര്യങ്ങൾ, ഫാമിലി ആയിരിക്കാം, അതുപോലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് വന്നു. അതുകൊണ്ട് എനിക്ക് എന്താണെന്ന് അടുത്ത കാർഡ് നോക്കാം. നെഗ്ലക്റ്റഡ്. ഐ ഫെയിൽഡ് ടു ഗിവ് യു വാട്ട് യു നീഡ്. ഞാൻ പലതും അവഗണിക്കേണ്ടി വന്നു. കാരണം നിനക്ക് എന്തൊക്കെയോ ആവശ്യമുള്ള കാര്യങ്ങൾ അത് തരുവാൻ ഞാൻ ഫെയിലായിപ്പോയി, അല്ലെങ്കിൽ ഞാൻ തോറ്റുപോയി എന്നാണ്. കാരണം എനിക്കിവിടെ അത്രയ്ക്കും തിരക്കുകളും ഉത്തരവാദിത്തങ്ങളും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. നെക്സ്റ്റ് കാർഡ്, ഐ ഹാവൻറ്റ് ഗിവൺ അപ്പ് ഓൺ അസ് യെറ്റ് ഹോപ്പ്. അപ്പോൾ ഞാൻ ഒരിക്കലും ഞാൻ കൈവിട്ടിട്ടില്ല. കാരണം നമ്മളെക്കുറിച്ച്, അല്ലെങ്കിൽ ഞാൻ നിന്നെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കാതിരുന്നില്ല. നമ്മളെക്കുറിച്ച് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും അത് കൈവിട്ടിട്ടില്ല. എനിക്ക് നല്ല ആശയുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷയോടുകൂടി ഞാനത് കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോഴും ഞാനങ്ങനെ കാത്തിരിക്കുന്നു എന്നാണ് നമ്മളോട് ഇന്ന് നിങ്ങളുടെ വ്യക്തിക്ക് പറയാനുള്ളത് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം നമുക്ക് ഇത്രയും കാർഡുകളാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പം ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരാളുടെ എനർജിയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെ പല കാര്യത്തിലും നിങ്ങളുടെ നീഡ്സ് മനസ്സിലാക്കി, അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളെ ഒരിക്കലും സംരക്ഷിക്കേണ്ട, അല്ലെങ്കിൽ തരേണ്ട കാര്യങ്ങൾ തരാതെ നടന്നിട്ടുണ്ട്. അത് അവഗണിക്കേണ്ടി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ കണ്ടില്ല എന്ന് നടിച്ചിട്ടുണ്ട്. എന്നാലും എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. ഒരിക്കലും നമ്മളെ ഞാൻ കൈവിട്ടിട്ടില്ല. ഇതാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു.